is the future. അപ്പോ രാവിലെ ഞാൻ കുളിച്ചിട്ടൊന്നുമില്ല. ഒരു കണ്ണാടി എടുത്ത് മാറ്റി ഒരു അടിയിൽ ഒരു ബനിയൻ ഇട്ടിട്ട് കുറച്ച് പൗഡറൊക്കെ വരച്ചിട്ട് വന്നെന്നുള്ളൂ. അത് വേറൊന്നും കൊണ്ടല്ല. നമ്മുടെ കുണ്ണുവാവ കേസ് കൊടുക്കാൻ പോകുന്നുണ്ട്. ആ കേസ് കൊടുക്കാൻ പോകുന്ന പട്ടികയിൽ ഞാനും ഉണ്ട് എന്ന് അറിഞ്ഞപ്പോ എന്തായാലും അമ്മായിക്ക് ഒരു ഹായ് പറയാന്ന് പറഞ്ഞിട്ട് വന്നതാ. ആരുമില്ലാത്ത ഓട്ടോറിക്ഷയിൽ റോട്ടിലും ആരുമില്ലാത്ത ആൾക്കാർ പോലും റോട്ടിലില്ല. പിന്നെ അമ്മായി ഒരു ഹായ് കാണിച്ചിട്ടുണ്ട്. ആ ഹായ് എന്നോട് തന്നെ ആയിരിക്കും എന്നാണ് എന്റെ ഒരു ഉൾവിളി. ആണോ അമ്മായി? എന്നോട് തന്നെ ആയിരിക്കും. പിന്നെ അമ്മായി ആദ്യമായിട്ടാണ് എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോകുന്നത്. MCCയും അതുപോലെ തന്നെ ന്യൂസ് ഹേക്കർ അതുപോലെ തന്നെ ഈ ഫൈസൽ എന്ന് പറയുന്ന വ്യക്തികെട്ട നിങ്ങൾ ആ പേജ് തന്നെ നോക്കിയാൽ മതി. അവിടെയാണ് ആ മിസ്റ്റേക്ക്. ഞാൻ പറഞ്ഞ ആ പോയിന്റ് മിസ്റ്റേക്ക് അവിടെയാണ്. ഫൈസൽ ഫാസിൽ. ഒരാൾക്ക് നേരെ കേസ് കൊടുക്കാൻ അമ്മായി പോകുമ്പോ അയാളുടെ പേര് പോലും അമ്മായിക്ക് കറക്റ്റായി പറയാൻ അറിഞ്ഞില്ലെങ്കിൽ മോശമല്ല അമ്മായി. അതുകൊണ്ട് ഒന്നുകൂടി പറയണം, പേര് മറക്കണ്ട, ഫാസിൽ. ഓക്കെ, ഇനി നമുക്ക് അമ്മായി കേസ് കൊടുക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോയിരിക്കുന്ന ആ ഒരു അപ്ഡേറ്റ് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഭയങ്കര രസമായിരിക്കും. ഞാനിപ്പോൾ സ്റ്റേഷനിൽ ഇരുന്നിട്ടാണ് ഉള്ളത്. എന്താണ് അതിൻ്റെ അപ്ഡേറ്റ് അറിയേണ്ടിയിട്ട്. അപ്പം ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കും. അല്ല കുണ്ണുവാ, ഞാൻ അറിയാതെ ഒരു കാര്യം ചോദിക്കാണ്. പോലീസ് സ്റ്റേഷനിലാണ് ഇരിക്കുന്നത് പറയുന്നത്, പക്ഷെ അവിടെ ഒരു പോലീസുകാരനെ പോലും കാണാനില്ലല്ലോ. ഒന്ന് ഉപ്പ് നോക്കാനായിട്ട് ഒരു പോലീസുകാരൻ പോലും അവിടെ ഇല്ല. ഇനി അമ്മായെ കണ്ടിട്ട് പോലീസുകാരൊക്കെ കൂടി ഓടിയോ? അതെന്താ ഞാൻ അങ്ങനെ പറയാൻ വരുന്നത് കാരണം വെച്ചാല് ഈ 90-നും പിച്ചിയാലും നുള്ളിയാലൊക്കെ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോകുന്ന അമ്മായി പോലീസുകാർ കണ്ടുകൊണ്ട് അയ്യോ കേസുകാരി വരുന്നുണ്ട് എന്ന് പറഞ്ഞ് എല്ലാ പോലീസുകാരും 4 ഭാഗത്തേക്ക് ഓടിപ്പോയോ അമ്മായി? പേരിനൊരു ഉപ്പ് നോക്കാനെങ്കിലും ഒരു വീഡിയോയില് ഒരു പോലീസുകാരനെ കാണിക്കായിരുന്നു. മോശമായി പോയി വളരെ മോശം. അല്ല കുണ്ണുമാവ അമ്മായി, എന്താ എനിക്ക് നേരെ പെട്ടെന്ന് കേസ് കൊടുക്കാനുള്ള കാരണം? ഞാൻ അമ്മായിയുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് അമ്മായിനെ തെറി പറയാറില്ല. അമ്മായിന്റെ വീഡിയോ ഞാൻ അധികം കാണാറില്ല. കാരണം വേറെ ഒന്നുമല്ല, കാണാൻ മാത്രം ഒന്നും ആ വീഡിയോക്കകത്തില്ല. ഒന്നാമത് ആ കുശുമ്പ് പറയലും ആ പരദൂഷണം പറയലും ആ വർഗീയത പറയലുമാണ്. ഭയങ്കര ബോറാണ് അമ്മായി ആ വീഡിയോ ഒക്കെ കാണാൻ. കണ്ടിരിക്കാൻ ക്ഷമ വേണം. അതുകൊണ്ട് തന്നെ ഞാൻ അത് കാണാറില്ല. പിന്നെ ഞാൻ കാണാറുണ്ട്, എന്തെങ്കിലും വിട്ടിത്തരങ്ങൾ അമ്മായി പറയുന്നുണ്ടോ, എടുത്തിട്ട് ട്രോളാൻ പറ്റിയ എന്തെങ്കിലും വകുപ്പ് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം കാണാറുള്ളൂ. ഇല്ലാന്ന് കണ്ട ആ വീഡിയോ ഞാൻ കാണാറില്ല, ഒഴിവാക്കി വീഡിയോയിലാണ് പരിപാടി. എന്നിട്ട് എന്ത് പറ്റി അമ്മായി എനിക്ക് നേരെ കേസ് കൊടുക്കാൻ പോകാനുള്ള കാരണം? വളരെ മോശമാണ് അമ്മായി. ഞാൻ എന്ത് ചെയ്തു? വളരെ മനോഹരമായിട്ടില്ല അമ്മായിനെ ഞാൻ ട്രോൾ ചെയ്തിരിക്കുന്നത്, രസകരമായിട്ട്. ഞാൻ അത് പോട്ടെ. ഇനി അമ്മായി എന്തായാലും കേസ് കൊടുക്കാൻ പോയതാണല്ലോ, ആ പോലീസുകാർ അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാനിതാ ഫാസിലിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഫാസിൽ എവിടെയാണ് കേസ് കൊടുക്കേണ്ടതെന്ന് ഏതെങ്കിലും ഒരു പോലീസുകാരനോട് ചോദിച്ചിട്ട് ഒന്ന് പറഞ്ഞു തരണേ. എനിക്കും കൂടി എന്നെ ബോഡി ഷേമിങ് നടത്തിയതിനെ കുറിച്ച് എന്തെങ്കിലും ഒരു കേസ് കൊടുക്കാൻ പറ്റുന്ന വകുപ്പ് ഉണ്ടെങ്കിൽ അറിഞ്ഞിരിക്കാലോ. എന്താ അമ്മായി പറയണേ എന്ന് ചോദിച്ചു പറഞ്ഞു. ഫാസിൽ കൊക്ടൈൽ ശരിക്കും പേര് കേൾക്കുമ്പോൾ തന്നെ പറയുന്നത് അത് ഏതൊരു കോഴിയാണ്. എന്നാൽ ഫാസിൽ കൊക്ടൈൽ, ആ കോഴിയുടെ കോലം കണ്ടു കഴിഞ്ഞാൽ ഒരാൾ മുഖത്ത് നോക്കൂല, അമ്മാതിരി കോഴിയാണ്. നിങ്ങൾക്ക് ആ കോഴിന്റെ രൂപം കാണണ്ടേ? ഫാസിൽ നിന്ന് ആയിരിക്കും ചങ്ങയുടെ പേര്, ഫാസിൽ നിന്ന്. ഓ അതെ അയ്യോ ഷോ, വെള്ളം കുടിക്കൂല, ഒരാൾ മുഖത്ത് നോക്കിയിട്ട് വെള്ളം കുടിക്കൂല, ഇയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തോ വലിയ വിചാരമാണെന്ന് വിചാരിക്കുന്നത്. പക്ഷെ ഫാസിൽ മോനെ നീ എനിക്ക് വെറും അത് മാത്രമാണ്. ഇപ്പം ആ കോലം കണ്ടപ്പോൾ എനിക്ക് ശരിക്കും മനസ്സിൽ സഹിക്കാൻ പറ്റുന്നില്ല, അമ്മാതിരി കോലാണല്ലോ. കണ്ടോ കോയയുടെ കോലം കണ്ടെങ്കിൽ ഈ കോയൊക്കെ എന്താ കഥയാണ് പറയാനുള്ളത് മറ്റുള്ള ആൾക്കാരെ പറ്റിയിട്ട്? കോയ ഒന്ന് അളമാരിയിൽ ഉണ്ടാകുന്ന കണ്ണാടി ഒന്ന് നോക്കുക പോയിട്ട്. ഞാൻ സൗന്ദര്യത്തിന് കുറ്റം പറയുന്നില്ല, പക്ഷേ നിനക്കൊക്കെ എന്ത് യോഗ്യത പറയാൻ മാത്രം പറയാൻ ഓക്കെ ഉണ്ടാവുന്ന വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ പഠിച്ചതും അതുപോലെ തന്നെ ഞാൻ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ അവതരിപ്പിക്കുന്നതും. എനിക്ക് കോയാന്ന് കേൾക്കുമ്പോൾ തന്നെ അലർജിയാണ്. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ ഈ കോയമാർക്ക് പ്രത്യേകതയുണ്ട്, സുഡാക്കുകൾക്കും കോയമാർക്കൊക്കെ. നമ്മൾ കാക്കാക്ക് ബുദ്ധിയുണ്ട്, പക്ഷേ കാക്കാന്ന് പറയാനും പറ്റില്ല. നിങ്ങളെയും അത്രയും വൃത്തികെട്ട ഒരു എന്താ പറയുക വൃത്തികെട്ട രീതിയിലാണ്. അപ്പൊ കുണ്ണുവാവ ഫാസിലിന് നേരെ കേസ് കൊടുക്കാൻ പോയ കുണ്ണുവാവയ്ക്ക് ഇതും കൂടി പോലീസുകാരോട് പറയണേ. ഞാൻ പബ്ലിക്കിൽ വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഫാസിലിനെ ബോഡി ഷേമിങ് വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വീഡിയോ മാത്രമല്ല, ഇതിൽ കൂടുതൽ ഞാൻ ഡബിളായി പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോക്ക് എന്റെ കയ്യിലുണ്ടെന്നും കൂടി ഒന്ന് പോലീസുകാരോട് പറയണേ. പിന്നെ മുസ്ലിംകളൊക്കെ അമ്മായിന്റെ കമന്റ് ബോക്സിൽ വന്ന് തെറി പറയുന്ന കാര്യമാണ് അമ്മായി പറഞ്ഞത്, അതും കൂടി ഒന്ന് പറയണേ. ഞാൻ രാവിലെ എണീറ്റാൽ മുസ്ലിംകളുടെ അണ്ണാക്കിലേക്ക് വരലിട്ട് നോണ്ടാറുള്ള ഒരു സ്വഭാവമുണ്ട്. അതുകൊണ്ടാണ് എന്നെ മുസ്ലിംകൾ തെറി പറയുന്നതെന്നും കൂടി പോലീസുകാരോടൊന്ന് പറയണേ. ഈ കേസ് കൊടുക്കാൻ പോകുമ്പോ അവരോട് അതും കൂടി പറയണേ. ഓക്കെ, അത് മറക്കരുത്.
അത് പോയി പറയാം. പിന്നെ എന്തായാലും നിങ്ങളെക്കാളും ബുദ്ധിയുള്ളവരായിരിക്കും പോലീസുകാർ. കാരണം വിദ്യാഭ്യാസം വിവരമൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരാൾ പോലീസ് ആകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് അവർക്ക് മനസ്സിലാകാനുള്ള സാധ്യത ഉണ്ട്. ഒന്ന് പറഞ്ഞാൽ മാത്രം മതി. ഓക്കെ. ഭാരതത്തിലെ സംഘികളും കുറച്ച് സ്ട്രോങ് ആണ് കേട്ടിട്ടാ. ഞമ്മന്റെ ആൾക്കാരെ എല്ലാവരും കരുതിയിരിക്കാനേ ഞാൻ പറയും. കാരണം ഇവറ്റകളുടെ മനസ്സിൽ വെറും ഹിന്ദുക്കളുടെ പക മാത്രമാണ് എന്നാണ് ഞാൻ പറയുന്നത്. ഹിന്ദുക്കൾ എങ്ങനെയെങ്കിലും നശിക്കണം എന്നുള്ള ചിന്താഗതിക്കാരാണ് ഭൂരിഭാഗം ആൾക്കാരും. 100% സിദ്ധാപാലികൾ വർഗീയവാദി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. കുറച്ച് സുഡാപ്പികൾ, വൃത്തികെട്ട എന്താ പറയുക, വൃത്തികെട്ട ഈ വർഗം തന്നെ, അതായത് പോയമാരുടെ വർഗം തന്നെ. അപ്പൊ നിങ്ങളൊക്കെ മദ്രസയിൽ നിങ്ങൾ പഠിപ്പിക്കുന്നത് ഇമാതിരി കാര്യങ്ങളായിരിക്കും എന്നത് പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നിങ്ങൾ ഈ കാര്യം തന്നെയാണോ പഠിപ്പിക്കുന്നത്? മദ്രസയിൽ രാവിലെ പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കളെ എങ്ങനെ ചീത്ത വിളിക്കണം, ഹിന്ദുക്കളെ എങ്ങനെ ഇല്ലാതാക്കണം, ഹിന്ദുക്കളെ എന്തിന്, ഹിന്ദു സ്ത്രീകളെ എങ്ങനെ ഇതാക്കണം എന്നൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ടാവുക മദ്രസയിൽ, അല്ലേ? ഉസ്താദ്മാർക്കായിരിക്കും നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ടാവുക. അത് തന്നെയാണോ പഠിപ്പിക്കുന്നുണ്ടാവുക? ഇത് തന്നെയാണ് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം. ഞങ്ങൾ അമ്പല വാര്യം കുന്നിന് ഹിന്ദുക്കളോട് ചെയ്തത്, അല്ലേ? കാശ്മീരി പണ്ഡിറ്റിനോട് ചെയ്തത് ഇത് തന്നെയല്ലേ ചെയ്തത് ഹിന്ദുക്കളോട്? ഗുജറാത്തിലെ 65ഓളം രാമഭക്തരായ കർഷകരോട് ചെയ്തത് വ്യക്തികൾ, മുഗളന്മാർ ഇവിടുത്തെ ഹിന്ദുക്കളോട് ചെയ്തത്, അല്ലേ? കുണ്ണുവാവ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പോകുമ്പോ ഞാൻ മുസ്ലിംകളുടെ അണ്ണാക്കിൽ രാവിലെ ലൈവിൽ വന്ന് ചൊറിയാറുണ്ടെന്നും ഫാസിലിനെ ഞാൻ ഈ പബ്ലിക്കിൽ ബോഡി ഷേമിംഗ് നടത്തിയിട്ടുണ്ടെന്നും മുസ്ലിംകളെ എന്നെ എന്തിനാണ് തെറി പറയുന്നതെന്നും ഞാൻ മുസ്ലിംകളെ വർഗീയത പറയുന്നത് കൊണ്ടാണ് എന്നെ തെറി പറയുന്നതെന്നും പറയണേ. പിന്നെ 40 കേസുള്ള കുണ്ണുവാവ ഒരു കേസ് പോലും ഇല്ലാത്തവർക്ക് നേരെയാണ് കേസ് കൊടുക്കാൻ പോകുന്നതും കൂടി ഒന്ന് പറയണേ. ഓക്കെ. പോലീസുകാർക്ക് വിവരമുള്ളത് കൊണ്ട് 2 ഭാഗത്ത് നോക്കിയിട്ടേ കേസ് എടുക്കാറുള്ളൂ എന്നാണ് ഞാൻ അറിയുന്നത്. എന്തായാലും ഞാൻ ആദ്യം മാന്യനായിട്ട് വേണം മറ്റുള്ളവരെ മാന്യത പഠിപ്പിക്കാൻ. ഞാനേ ഒരു കൂതറ എന്നിട്ട് മറ്റുള്ളവരെ മാന്യത പഠിപ്പിക്കാൻ നിന്നാൽ ശരിയാകോ കുണ്ണുവാവ? ശരിയാവില്ല. ദയാച്ചുവിന് സപ്പോർട്ട് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ എന്റെ ഫേസ്ബുക്കിൽ ഇട്ടപ്പോഴേക്ക് അതിന് വന്ന് റിപ്പോർട്ട് അടിച്ചു. അമ്മായും കുണ്ണുവാവയുടെ കുറെ മൂട് താങ്ങികളൊക്കെ കൂടിയിട്ട്. അതെനിക്കൊരു ഒരുപാട് ഗുണം തന്നെ ചെയ്തിട്ടുള്ളൂ. കാരണം ദയാച്ചു ഇന്നലെ ഒരു ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ഗുണമായേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോ ദയാച്ചുവിനെ ഞാൻ സപ്പോർട്ട് ചെയ്തിട്ട് ഇനിയും വീഡിയോകൾ ഇടും. അതിന് അമ്മായിക്ക് ഉരുവിട്ട് അടിച്ചിട്ട് കാര്യമില്ല കേട്ടോ. കാരണം ദയാച്ചു ഞാനും ഫ്രണ്ടാണ്. ദയാച്ചു എന്റെ നാട്ടുകാരിയാണ്. ഞങ്ങൾ ആത്മസുഹൃത്തുക്കളാണ്. ഓക്കെ. ഉരുവട്ട് വലിക്കുകയാണെങ്കിൽ അതിങ്ങനെ വലിച്ചുകൊണ്ടേയിരിക്കത്തുള്ളൂ. പിന്നെ അമ്മായി സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടല്ല എന്റെ മുഖം കണ്ട വെള്ളം കുടിക്കില്ല, എന്റെ മുഖം കണ്ടാൽ അറപ്പാണ് പറഞ്ഞ അമ്മായി. അതേ അമ്മായി ഒന്ന് ആലോചിച്ച് നോക്ക്. ദയാച്ചു അമ്മായിക്ക് അണ്ണാക്കിൽ തരും, ഫാസിലിനെ സപ്പോർട്ട് ചെയ്ത് വരുന്നത് അമ്മായി സ്വപ്നത്തിൽ കണ്ടിട്ടുണ്ടാവില്ലല്ലോ. ഇതാ പറയുന്നത്, കൊടുത്താൽ അങ്ങ് കൊല്ലത്തും കിട്ടും. ഇത് അമ്മായി ചോദിച്ചു വാങ്ങിയതാ, തടുക്കാൻ കഴിയില്ല. ഫാസിലിന്റെ വീഡിയോ എത്ര തവണ അവള് പുള്ളിക്കാരത്തി ആ ലൈവിൽ വന്ന് കാണിച്ചിട്ട് മോന്ത കൊള്ളത്തില്ല, ഇത് പട്ടി കഞ്ഞി കുടിക്കത്തില്ല, എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനൊന്നും ഒരു കുഴപ്പമില്ലേ കുണുവാവേ? കുഴപ്പമില്ലേ കുണുവാവേ? പുള്ളിക്കാരത്തിക്ക് എന്തും ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നും ചെയ്യാനോ ഒന്നും പറയാനോ ലൈസൻസ് ഇല്ല. പിന്നെ പുള്ളിക്കാരിയുടെ മെയിൻ പരിപാടി എന്താണെന്നറിയാം? ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായ ഏതെങ്കിലും വീഡിയോ നമ്മുടെ ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ ആൾക്കാരെ വെച്ച് റിപ്പോർട്ട് അടിച്ച് എന്താണ് ഞാൻ പറയട്ടെ, ഫാസിൽ എനിക്ക് സപ്പോർട്ടായിട്ട് ഒരു വീഡിയോ ഇട്ടു. ആ വീഡിയോ കുണ്ണുവാവിന്റെ ചാണകം വാരി തിന്നണ നാറികളും പോയിട്ട് റിപ്പോർട്ട് അടിച്ചു. അതുകൊണ്ട് അവൻ അവിടെ പോസ്റ്റ് ഒന്നും ഷെയർ ചെയ്യാനൊന്നും പറ്റാത്ത അവസ്ഥയായി. അപ്പൊ അതുകൊണ്ട് ഈ ഫേസ്ബുക്കിൽ ഇരിക്കുന്നത് കൊണ്ട് ഫാസിലിന്റെ യൂട്യൂബ് ചാനൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഇപ്പൊ യൂട്യൂബ് ചാനൽ എത്രയാണ്? 27K ആയിട്ടുണ്ട് ഫോളോവർ. ഇഷ്ടം പോലെ ലൈക്കും കമന്റ് അതിനകത്ത് വന്നിട്ടുണ്ട്. ഇനി എന്ത് ഉണ്ടയാണ് ചെയ്യാൻ പോണത്? താങ്ങിയിരിക്കുന്ന ചാണകം വാരി തിന്നുന്ന നാരികളോടും ഈ കുണ്ണുവാവോടും ഞാൻ പറയാനുള്ളത്, ഇനി നിനക്ക് എന്നാ കാണിക്കാൻ പറ്റും? ഫാസിലിന്റെ ഇതിൽ തൊടാൻ പറ്റുമോ? പറ്റുകയാണെങ്കിൽ തൊടണം. അപ്പോ നമ്മളെ വേണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും, എങ്ങോട്ടും വിട്ടുപോകില്ല. അതിൽ ഒന്നാമത്തെ തെളിവാണ് ഫാസിലിന്റെ കാര്യം. ഫാസിലിന്റെ വീഡിയോ ഒക്കെ റിപ്പോർട്ട് അടിച്ച് അതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാക്കി വെച്ചു. ഇതൊക്കെയാണ് കുണ്ണുവാവിന്റെ സ്വഭാവം. എന്താ വെച്ചാൽ അടിയിൽ കൂടെ പണിയാം, നേരിട്ട് പണിയാൻ പറ്റൂല. എന്ന് വെച്ചാൽ തോറ്റു, തുന്നമ്പാടി, ഇനി ഒന്നുമില്ല, ചാണാക്കുഴിയിൽ തന്നെ ഫുൾ ടൈം. അവിടെ നിന്ന് കയറാനുള്ള സമയം കിട്ടുന്നില്ല. അപ്പോ വാസിലിനെ തോപ്പിക്കാന്ന് വിചാരിച്ചു വാസിൽ എന്ത് ചെയ്ത് നേരെ യൂട്യൂബിലാണ് പോയി. ഇപ്പൊ 27-28 ആയി. അത് ഇനി കയറി പറ്റും. ഞാൻ പറയുന്ന ഫാസിലിനോട് അത് മുഴുവൻ അതിനകത്ത് ഇട്ട് കഴിഞ്ഞിട്ട് ഫേസ്ബുക്കിൽ ലിങ്ക് ഇട്ടാൽ മതി. വാസിലിന് വേണ്ട ആൾക്കാർ യൂട്യൂബിൽ വന്ന് വീഡിയോ കണ്ടോളൂ, ഒരു പേടിയും പേടിക്കേണ്ട. തന്നെ വേണമെന്ന് മറ്റുള്ളവർക്ക് ഒരു ചിന്തയുണ്ടെങ്കിൽ അവിടെ എത്തൂടോ. ഫാൻസുകാർ എല്ലാവരും അവിടെ ഉണ്ടാവും, തനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടാവും ഉറപ്പായിട്ടും. ഞാനാ പറയണേ, ഇപ്പൊ 27 ആയില്ലേ, അത്രേ ഉള്ളൂ. 3 ലക്ഷം എനിക്ക് 3 ലക്ഷം എന്ന് പറഞ്ഞ പൂന്നവളുടെ എന്താണ് യൂട്യൂബിന്റെ എന്താണ് ഫോളോവർ നോക്ക് എത്രയുണ്ട് എന്നുള്ളത്. അപ്പൊ അത്രേ ഉള്ളൂ കാര്യം, മനസ്സിലായില്ലേ? ഉണ്ടാക്കുക. ഒന്നിനും പറ്റില്ലെങ്കിൽ റിപ്പോർട്ട് അടിക്കുക. കുത്തിരുന്ന് വേറെ പണിയൊന്നും ഇല്ലല്ലോ. റിപ്പോർട്ട് അടി, തന്തയ്ക്ക് വിളിക്കല്, തെറി വിളിക്കല്, ജാതി വർഗീയത അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് പറയല്. എന്നിട്ട് എങ്ങനെയെങ്കിലൊക്കെ എന്നിട്ടോ ഒന്നൊന്നും അല്ല, 2 പേജ്, ഒരു യൂട്യൂബ്, പിന്നെ ഇൻസ്റ്റ, പിന്നെ പേജാണ് 3 പേജും അല്ലാതെ പിന്നെ ചാരിറ്റി എന്ന് പറഞ്ഞ് പറ്റിക്കാൻ വേണ്ടി വേറൊരു പേജ്. നാട്ടുകാരെ പറ്റിക്കാൻ, പൊടിയുടെ, മനസ്സിലായില്ലേ? നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഒരു അക്കൗണ്ട്.
ദയാ ചാരിറ്റി അതിൽ എന്റെ പേരാ കൂട്ടിയിരിക്കണ്. എന്തിനാടി ഇങ്ങനെ ഇത്രയും നല്ലൊരു പേരിനെ ഇതുപോലെ പറ്റിക്കൽ പരിപാടിയിൽ കൊണ്ട് ഇട്ടിരിക്കുന്നത്? നാർച്ചി നാണമില്ലേ നിനക്ക്? അലവരാതി ഫാസിൽ പുലിയാണ്. പിന്നെ അല്ലാണ്ട് അവന് ഇഷ്ടപ്പെട്ട അവന് എൻജോയ്മെന്റ് ആയിട്ടാണ് അവന്റെ വീഡിയോ കൊണ്ടുപോകുന്നത് തന്നെ. ആരെയും അങ്ങ് ഒരുപാട് ഈ പറയുന്ന എന്നെ പോലെ പോലും അല്ല. സത്യം പറയുകയാണെങ്കിൽ ഫാസിൽ എന്നെ പോലെ അല്ല പ്രതികരിക്കുന്നത്. അവൻ ഒരു ട്രോള് പോലെ എല്ലാവർക്കും എൻജോയ് ചെയ്യുന്ന പോലെ അവൻ അങ്ങ് അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ ഒരു വീഡിയോ കൊണ്ടുപോകുന്നത്. അത് നിങ്ങൾ എല്ലാവരും കണ്ട് എൻജോയ് ചെയ്യുന്നതാണ്. അതിനെ പോയിട്ട് ഈ നാറിച്ച് ഈ കുണ്ണുവാവ നാറിച്ച് റിപ്പോർട്ട് അടിക്കുന്ന നാണാവില്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഇവളുടെയൊക്കെ വീഡിയോ ആർക്ക് വേണം? ആർക്ക് വേണം ഇവിടെ വീഡിയോ ഒക്കെ? കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഛർദ്ദിക്കാൻ വരും അവിടെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. ആ മുഖം അങ്ങ് ക്ലോസ് ആക്കി വെച്ചിട്ട് കണ്ണിങ്ങനെ ഉരുട്ടി കാണിക്കുന്ന കാണുമ്പോൾ മറ്റേ ജുറാസി പാർക്കിലെ ദിനോസർ കണ്ണുമിരിക്കണ പോലെയാണ് കാണുന്നത്. അയ്യോ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ഉരുട്ടുക. അയ്യോ കണ്ടു കഴിഞ്ഞാൽ പേടിച്ചു പോകും. പലരും കമന്റ് അതിലാണ് ദിനോസർ കുണ്ണുവാവ ലസിത ദിനോസർ കുണ്ണുവാവ കണ്ണിങ്ങനെ ഉരുട്ടിട്ട് ഇങ്ങനെ അങ്ങ് പേടിപ്പിക്കുക. എന്റെ അമ്മോ കണ്ടു കഴിഞ്ഞാൽ പേടിയാവും. ആ കണ്ണിന്റെ കൃഷ്ണമണിയൊക്കെ താഴെ വീണ് പൊട്ടിപ്പോയിട്ടുണ്ടാവും വിചാരിക്കും. അമ്മാതിരി ഉരുട്ടി കാണിക്കില്ല പണി. എന്റെ അപ്പോ എന്തോന്നാടേത്? പേടിപ്പിക്കണ ഒരു പരിധിയില്ലേ? നീ വർത്താനം പറഞ്ഞ് പേടിപ്പിക്കുന്നു പറഞ്ഞിട്ട് അത് നിന്റെ മനസ്സിക്ക് ഒരു സുഖം കിട്ടാൻ ഈ മുഖം വൃത്തികേടാക്കിയിട്ടാക്കണം. ഇങ്ങനെ ഉരുട്ടുവോ എന്ന് പറഞ്ഞിട്ട് മൂക്ക് അങ്ങ് വികസിച്ചിട്ട് പ്രാന്ത് വരും. ആ മൂക്കിൽ വല്ല ആനയും കയറും. അമ്മാതിരി വികസിച്ചിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. എന്തിനാണ് ഇത്രയും ക്ലോസിൽ വെക്കുന്നത്? നിന്നെ ദൂരത്ത് നിന്ന് കണ്ടാലേ പേടിയാ, പിന്നെയാണ് അകത്ത് കണ്ടിട്ട് ഉണ്ടാക്കാൻ നിൽക്കുന്നത്. വൃത്തികെട്ട നാറി.